ഹലോ ഗൈസ്, പ്ലാന്റ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ നമ്മൾ 10 രൂപ മുതലുള്ള പ്ലാൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറേ പ്ലാൻസ് 10 രൂപയുടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാൻസ് നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ, അതായത് ഏതെടുത്താലും 10 രൂപ എന്ന് പറയുന്ന സെയിൽ വീഡിയോയിൽ നമ്മൾ അയച്ച പ്ലാൻസാണ്. ഇത് രാവിലെ സ്പീഡ് പോസ്റ്റ് അയച്ച പ്ലാൻസാണ്. 10 രൂപയുടെ പ്ലാൻസ് ആണെങ്കിലും നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻസാണ് വെച്ചിരിക്കുന്നത്. ഇത് ഈവനിങ് DTDCയിൽ അയച്ച പ്ലാൻസാണ്. ടോട്ടൽ 20 പ്ലാൻസാണ് നമ്മൾ മൺഡേ അയച്ചത്. പിന്നീട് ചൊവ്വാഴ്ച ഒരു 6 പ്ലാൻസും അയച്ചു. കാരണം നമുക്ക് ഓർഡർ എടുക്കണമെങ്കിൽ നമുക്ക് എന്താ പറയുക, നിങ്ങൾ പേയ്മെൻറ്റ് എന്ന് ഓർഡർ കൺഫേം ചെയ്തിട്ട് ഏകദേശം ഒരു ഓർഡർ അയക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കൗണ്ട് ചെയ്ത് നോക്കണം എത്ര പ്ലാൻസ് നമുക്ക് ഉണ്ടാകും എന്ന്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തിങ്കളും ചൊവ്വയായിട്ടാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയച്ചു തീർത്തത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും പ്ലാൻസ് അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യാൻ. പിന്നീട് ചോദിക്കുമ്പോഴത്തേക്കും ചില പ്ലാൻസ് ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിടാൻ ഓർക്കുക. കാരണം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും എന്നാൽ മാത്രമാണ് പ്ലാൻസ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ വന്നൊരു മെസ്സേജാണിത്. കസ്റ്റമറിനോട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മിക്ക കസ്റ്റമേഴ്സിനോടും പറയാറുണ്ട്, നമുക്ക് ആദ്യം വന്നവർക്ക് പ്ലാൻസ് കൊടുക്കാനുണ്ടാവും. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ആണല്ലോ. അതിനുശേഷം പേയ്മെൻറ്റ് മേടിച്ച് വെച്ചിട്ട് പ്ലാൻസ് കൊടുത്തില്ലെങ്കിൽ അത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ തിരിച്ച് റീഫണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയും നോക്കട്ടെ എന്ന് പറയും. പക്ഷേ ഈ മെസ്സേജ് എല്ലാം താഴേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് എന്നെ റിമൈൻഡ് ചെയ്താൽ മാത്രമാണ് എനിക്ക് തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സെറ്റ് ഓഫ് പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ബാക്കി പ്ലാൻസ് എന്തോരം അവൈലബിൾ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ആരും എടുക്കരുത്. ഇപ്പോൾ 10 രൂപയുടെ ചെടികൾ എന്ന് പറഞ്ഞാൽ എത്ര ഓർഡേഴ്സ് വന്നെന്ന് അറിയോ? അതിൽ തന്നെ 2 3 വെച്ച് ചോദിച്ചവരുണ്ട്. ഇപ്പോൾ അലോവേറയൊക്കെ 5 6 പീസ് വെച്ച് ചോദിച്ചവരുണ്ട്. അതൊക്കെ എനിക്ക് കൊടുക്കാൻ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ബാക്കി എനിക്ക് പ്ലാൻസ് അവൈലബിൾ ആണ്. പക്ഷേ കൊളക്കേഷ്യയൊക്കെ ഓർഡർ വന്നതിൽ 3 2 പ്ലാൻസ് ഓർഡർ ചെയ്ത് നമ്മൾ പ്ലാൻസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് 2 പ്ലാൻസും അല്ലെങ്കിൽ 1 പ്ലാൻസ് മാത്രം കൊടുക്കേണ്ട അവസ്ഥ വന്നു. ബാക്കി ഞാൻ റീഫണ്ട് ചെയ്യേണ്ടി വന്നു. കാരണം എനിക്ക് അതിന് മാത്രം ഓർഡേഴ്സ് വന്നു. വരുന്ന ഓർഡേഴ്സിൽ എല്ലാവർക്കും എനിക്ക് കൊടുക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ CC കൊടുത്ത് വാങ്ങുന്നതാണ്. ഒരു 3 പ്ലാൻസ് മാത്രം കൊടുക്കണം എങ്ങനെയാണ്. അപ്പോൾ 3 2 ഓർഡേഴ്സ് വെച്ച് ചെയ്തവരുടെ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് അതിൽ നിന്ന് റീഫണ്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്. എനിക്ക് ടോട്ടൽ ഒരു 25-26 ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ നമ്മൾ കാണിച്ചത് ലെസർ മാല അല്ലെങ്കിൽ നിത്യമല്ലി എന്നൊക്കെ പറയുന്ന പ്ലാന്റിൻ്റെ ഓറഞ്ച് ഫ്ലവർ വരുന്ന പ്ലാന്റിൻ്റെ സീഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 40 രൂപയാണ് സീഡ്സിന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ബാസ്ക്കറ്റ് പ്ലാന്റാണ് കാണിച്ചത്. അത്യാവശ്യം വലുപ്പമുള്ള സൈസാണ്. 20 രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഡ്വാർഫ് CC ആണ്. 110 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 200 രൂപ 250 രൂപയൊക്കെയാണ് ഡ്വാർഫ് CCയുടെ റേറ്റ് വരുന്നത്. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാൻസ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഷൂട്ട്സ് ഉണ്ട്. ആ 2 സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും 110 രൂപയ്ക്ക് നമ്മൾ തന്നത്. അതിനുശേഷം നമ്മൾ കാണിച്ചത് അറേബ്യൻ വാക്സ് ലീഫാണ്. അതൊരു റെയർ പ്ലാന്റ് ആണ്. 25 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാഫറ്റോഫൈലം പിക്റ്റം എന്ന് പറഞ്ഞൊരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൽ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാവും. പക്ഷേ എൻ്റെ പ്ലാന്റിൽ ഞാനത് കണ്ടിട്ടില്ല. കാരണം നമ്മൾ മദർ പ്ലാന്റിൽ നിന്നാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മദർ പ്ലാന്റ് കുറച്ച് കട്ട് ചെയ്ത് ബ്രാഞ്ചസ് ആകുമ്പോൾ പിന്നെയും ഞാനത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് സെയിലിനായിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്ത പ്ലാന്റ് നമുക്ക് പർപ്പിൾ ഫോൾ സിറാന്തം എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതുപോലെ തന്നെ ഒരു ലീഫി പ്ലാന്റ് ആണ്. ഇതിനും 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഹെൽത്തി ആയിട്ടുള്ള തൈകളാണുള്ളത്. ഇതേപോലുള്ള തൈകളായിരിക്കും. ഇതിപ്പോൾ ഒരെണ്ണത്തിൽ 4 പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കൊറിയർ സർവീസ് എന്ന് പറഞ്ഞാൽ DTDCയും സ്പീഡ് പോസ്റ്റും ആണ്. അപ്പോൾ ഈ സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അകത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2ാമത്തെ ദിവസം കിട്ടും. DTDC അങ്ങനെ തന്നെയാണ്. DTDC ചില സ്ഥലങ്ങളിൽ ഡെലിവറി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് പോസ്റ്റും കൂടെ വെച്ചേക്കുന്നത്. പോയി കളക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. അല്ലാണ്ട് നമുക്ക് നേരത്തെ കിട്ടണം എന്നില്ല കേട്ടോ. ചിലവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ്. അടുത്ത പ്ലാന്റ് ഓർണമെൻ്റൽ പൈനാപ്പിളിൻ്റെ ബ്രൗൺ കളർ വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. പൈനാപ്പിളിൻ്റെ അതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഗ്രീൻ മിക്കവർക്കും അവൈലബിൾ ആയിരിക്കും. ഇത് കുറച്ച് റെയറാണ്. അടുത്ത പ്ലാന്റ് ചീരച്ചേമ്പാണ്. ചീരച്ചേമ്പിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2-3 സൈസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഏകദേശം എല്ലാത്തിനും ഈ സൈസാണ് തൈകൾക്കുള്ളത്. അപ്പോൾ ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ചീരച്ചേമ്പ് അറിയാമല്ലോ, ഇത് എഡിബിളാണ്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ചീരച്ചേമ്പ്. അപ്പോൾ അതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്ത പ്ലാന്റ് വാക്കിംഗ് എയർസ് യെല്ലോ എന്ന് പറയുന്ന
പ്ലാന്റാണ്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് വരുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റും. അവൈലബിൾ ആയിരിക്കും പ്ലാന്റ്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അടുത്ത പ്ലാന്റ് ഫിഷ് പോൺ കാറ്റസ് ആണ്. ഫിഷ് പോൺ കാറ്റസിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിലൊരു 5-6 തൈകളുണ്ടാവും കേട്ടോ. നമ്മൾ റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ്. ഇതേപോലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത്. 15 രൂപക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത്. ജിഫിയിൽ ഇതിന് 55 രൂപ 60 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. നമ്മൾ 15 രൂപക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അടുത്ത പ്ലാന്റ് റെഡ് ഓൾട്രാന്തരയാണ്. ബോർഡർ പ്ലാന്റ് ഒക്കെ ഇട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. നല്ല റെഡ് അല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന പ്ലാന്റാണ്. ഇപ്പോൾ സൺലൈറ്റിൻ്റെ ഇതുകൊണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുമ്പോൾ സൺലൈറ്റിലൊന്നും വെക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത്. ഇതിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ്. നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വാങ്ങിയാൽ തന്നെ കട്ട് ചെയ്ത് കുത്തിപ്പിടിപ്പിക്കാൻ പറ്റും. അടുത്തത് അലോവേറയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 10 രൂപയുടെ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലും 10 രൂപയുടെ പറഞ്ഞാലും നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ കൊടുത്തു. ഇപ്പോൾ കുറച്ചും കൂടെ വലുപ്പമുള്ള പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത്. ഈ ഒരു സൈസ് പ്ലാന്റ്സിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അലോവേറ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത പ്ലാന്റ് സിങ്കോണിയം വെൻലാൻഡി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് ഒത്തിരിയായി നമ്മൾ സെയിൽ ചെയ്തിട്ട് അപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഗ്രീനിൽ ഒരു സിൽവർ ലൈൻ പോയേക്കുന്ന പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിന് 20 റുപ്പീസാണ്, 20 രൂപയാണ് റേറ്റ് വരുന്നത്. വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയാൽ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക, മെസ്സേജ് ചെയ്ത് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക ഒന്നും കൂടെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ചൈനീസ് റെയിൻബെൽ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത്. ഫ്ലവറിൻ്റെ ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മദർ പ്ലാന്റിലെ പൂവിൻ്റെ ഇതും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് ഇരിക്കുന്നത്. 40 രൂപയാണ് തൈക്ക് റേറ്റ് വരുന്നത്. അതായിരിക്കും സൈസ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് ടാങ്കിൾ ഹാർട്ടിൻ്റെ ഫുൾ പോട്ട് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത്. ഈ ഒരു സൈസിൽ ഫുൾ പോട്ടിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ നമ്മൾ 10 രൂപക്കും സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സിംഗിൾ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ 2 സ്റ്റാൻഡൊക്കെ തരും. അത് 10 രൂപക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് 10 രൂപക്കാണെങ്കിലും. അടുത്തത് ഒരു റബ്ബർ പ്ലാന്റ് ആണ്. ബേബി റബ്ബർ പ്ലാന്റ് ട്രൈ കളർ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ 5 പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ 40 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റാണ്. അങ്ങനെ അധികം ആരുടെയിലും ഉണ്ടാവാത്ത പ്ലാന്റാണ്. അപ്പോൾ അത്യാവശ്യം വിലയുള്ള പ്ലാന്റാണ്. നിങ്ങളിത് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ബേബി റബ്ബർ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് കുറച്ചും കൂടെ സൺലൈറ്റിലേക്ക് വെച്ചൊരു പിങ്ക് ഷെയ്ഡ് നന്നായിട്ട് എടുത്തു വരും കേട്ടോ. ഞാനിത് സൈഡിലാണ് വെച്ചേക്കണത്, അതുകൊണ്ടാണ് ഷെയ്ഡ് സ്ഥലത്താണ് വെച്ചേക്കണത്, അതുകൊണ്ടാണ്. അടുത്ത പ്ലാന്റ് നമ്മൾ ഫസ്റ്റ് ടൈം സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. മിഡ് ഡേ ഫ്ലവർ അല്ലെങ്കിൽ സ്കാർലറ്റ് മാലോ റെഡ് എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റാണ്. ഈ ചെമ്പരത്തി പോലെ ഇരിക്കുന്ന ഫ്ലവറാണ്. എൻ്റെ ഫ്ലവേഴ്സ് വിരിഞ്ഞത് താഴെ പോയി. മഴ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫ്ലവർ വരുന്നത്. ഇതിൻ്റെയും സീഡ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റ്സ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് സീഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ സീഡ്സ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. 40 രൂപയാണ് സീഡ്സിന് വരുന്നത്. ഞാൻ പുതുതായിട്ട് കളക്ട് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റ് ഇല്ലേ ലെസർ മാലോ, അതിൻ്റെ കുറച്ച് സീഡ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ അതായത് ഈ സ്കാർലറ്റ് മാലോ റെഡിൻ്റെ അത്യാവശ്യം സീഡ്സ് അവൈലബിൾ ആണ്. മിഡ് മാലോൻ്റെ സീഡ്സ് ആയിക്കഴിയുമ്പോൾ തന്നെ പറന്നു പോകുന്നു. അപ്പോൾ അത് താഴെ തൈകൾ വരുന്നുണ്ട്, പക്ഷേ വലിപ്പം വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സെയിലിലേക്ക് കൊണ്ടുവരാത്തത്. അത്യാവശ്യം ഹെൽത്തി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളതും സെയിലിലേക്ക് കൊണ്ടുവരും. അടുത്തത് കിലിക്കി പ്ലാന്റ് ആയിരുന്നു. അതിൻ്റെ സീഡ്സും അവൈലബിൾ ആണ്. 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് കലാത്തിയുടെ കോമ്പാക്ട് സ്റ്റാർ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇങ്ങനെ ഒരു ഷൂട്ടായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിലിപ്പോൾ 4-5 ഷൂട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഹെൽത്തി ആയിരിക്കും, ഈ ഒരു വലിപ്പം ഉണ്ടാവും. ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അതിൽ ഒരു ഷൂട്ടായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ്.
കാറ്റസ് വിഭാഗത്തിൽപ്പെട്ട യൂഫോബിയ ട്രിഗോണ മിൻറ്റ് ക്രീം എന്ന് പറയുന്ന പ്ലാന്റാണ്. റെയർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ബിഗ്ഗർ പ്ലാന്റ്സ് വിത്ത് ഷൂട്ട്സ് ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആയിട്ടുള്ള പ്ലാന്റ്സിന് 250 അബോവ് റേറ്റ് വരുന്നുണ്ട് നഴ്സറിയിൽ. നമ്മളിത് സെയിൽ ചെയ്യുന്നത് സിംഗിൾ സ്റ്റാൻഡ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് 50 റുപ്പീസിനാണ്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ കാറ്റസ് ആണ്, അധികം കെയർ വേണ്ടാത്തൊരു പ്ലാന്റ് ആണ്. ആവശ്യക്കാർ വേഗം കോൺടാക്ട് ചെയ്യുക. അടുത്തത് വെരിഗേറ്റഡ് ജുവൽ ഓഫ് ഒപ്പാർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട്, കുറേ ആയി സെയിൽ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 30 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇതും നല്ല വെരിഗേഷനൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് റെഡ് ഫയർ സ്പൈക്കിൻ്റെ തൈകളാണുള്ളത്. ഇതിലിപ്പം 3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത്. നല്ല റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ്. ഒരെണ്ണത്തിൽ ഇതേ ഫ്ലവർ വന്നു തുടങ്ങി. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് നമ്മൾ റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഞാനൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ പറഞ്ഞോട്ടെ. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് മെക്സിക്കൻ സ്വാഡാണ്. ഇത് കുറച്ചായി ഇപ്പോൾ സെയിൽ ചെയ്തിട്ട് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു തൈക്ക് റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തത് പെനി വേർഡ് പ്ലാന്റ് ആണ്. 10 റുപ്പീസാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.